വാർത്തകൾ വിശദമായി. മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച് ഏറ്റെടുത്ത സ്ഥലം സന്തോഷ് മാധവന്റെ കമ്പനിക്ക് നൽകാൻ സർക്കാർ ഉത്തരവ്. വടക്കൻ പറവൂർ കൊടുങ്ങല്ലൂർ മേഖലയിലെ 127 ഏക്കർ ഭൂമിയാണ് സ്വകാര്യ കമ്പനിക്ക് കൈമാറാൻ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത്. നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെപിസിസി പ്രസിഡന്റ് വി എം സുധീരനും ടി എൻ പ്രതാപനും രംഗത്തെത്തി. വടക്കൻ പറവൂർ കൊടുങ്ങല്ലൂർ മേഖലയിലെ 127.5 ഏക്കർ ഭൂമി മെസ്സേഴ്സ് കൃഷി പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കൈമാറിക്കൊണ്ട് ഈ മാസം 2-നാണ് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത്. 90% നെൽവയലുള്ള പ്രദേശമാണിത്. ഭൂപരിഷ്കരണ നിയമപ്രകാരം ഭൂപരിധി വ്യവസ്ഥയിൽ ഇളവ് നൽകിക്കൊണ്ടാണ് സർക്കാർ ഉത്തരവ്. 1600 കോടി രൂപയുടെ വ്യവസായം നെൽവയലുകൾക്ക് മുകളിൽ വരുമെന്നും 30,000 പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും കാട്ടി സന്തോഷ് മാധവന്റെ നേതൃത്വത്തിലുള്ള RMZ ഡിക്കോവെൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കമ്പനി നൽകിയ അപേക്ഷ അതേപടി അംഗീകരിച്ചുകൊണ്ടാണ് റവന്യൂ വകുപ്പിന്റെ ഉത്തരവ്. RMZ എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിൽ വടക്കൻ പറവൂർ, പുത്തൻവേലിക്കര, മാള എന്നിവിടങ്ങളിലുള്ള 118 ഏക്കർ സ്ഥലം 2009 ജനുവരിയിൽ മിച്ചഭൂമിയായി സർക്കാർ ഏറ്റെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് തലേദിവസമാണ് പ്രസ്തുത ഭൂമി വിട്ടുനൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത്. ഉത്തരവിനെതിരെ കെപിസിസി പ്രസിഡന്റ് വി എം സുധീരനും ടി എൻ പ്രതാപനും രംഗത്തെത്തി. നേരത്തെ കോടതിയും സർക്കാരും നിരസിച്ച കാര്യമാണ് ഉത്തരവിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നതെന്നും ഇത് റദ്ദാക്കണമെന്നും സുധീരൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. റവന്യൂ വകുപ്പ് ധൃതി പിടിച്ച് ഉത്തരവിറക്കിയതിൽ ദുരൂഹതയുണ്ടെന്നും ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ടി എൻ പ്രതാപൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. നിയമവിരുദ്ധമായ തീരുമാനം അടിയന്തരമായി റദ്ദാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും ആവശ്യപ്പെട്ടു.